സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റുകളിൽ വർക്ക് ചെയ്യുന്ന ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ള സ്റ്റാഫ് അതാരായിരിക്കും? ഫസ്റ്റ് ഇപ്പോൾ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന സെയിൽസ് സ്റ്റാഫിൻ്റെ തൊട്ടു മേളിൽ വരുന്ന സൂപ്പർവൈസർ. സെയിൽസ് സ്റ്റാഫ് അവർ ഫ്ലോറിൽ നന്നായിട്ട് വർക്ക് ചെയ്യും. അവരുടെ തൊട്ടു മേളിൽ ഫസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് പവർ സൂപ്പർവൈസർക്കായിരിക്കും. ഇനി ചില ഗ്രൂപ്പുകളിലൊക്കെ ജൂനിയർ സൂപ്പർവൈസർ, സീനിയർ സൂപ്പർവൈസർ, പല കാറ്റഗറി വരും. ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പം തൊട്ടു മേളിൽ ഫസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് പവർ വരുന്നത് സൂപ്പർവൈസർക്കാണ്. ഈ സൂപ്പർവൈസർ അതിൻ്റെ മേളിൽ സീനിയർ സൂപ്പർവൈസർ ഉണ്ടാവാം, GM ഉണ്ടാവാം. ഇപ്പം 4ഉം 5ഉം സൂപ്പർ മാർക്കറ്റുള്ള ഗ്രൂപ്പാണെങ്കിൽ GMൻ്റെ മേളിൽ ഒരു ക്ലസ്റ്റർ മാനേജർ ഉണ്ടാവാം. അപ്പം അങ്ങനെ പല രീതിയിൽ പല കാറ്റഗറിയിൽ നമുക്ക് പൊസിഷൻസ് ഉണ്ടാവും. അപ്പം ഈ ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ള സ്റ്റാഫ് അവർക്ക് 2 തരത്തിൽ ഡിസിഷൻ എടുക്കാം. ഇപ്പം ഇത് സൂപ്പർ മാർക്കറ്റിലെ ഡിസിഷൻ മേക്കിംഗ് പവറുള്ള സ്റ്റാഫ് പ്രത്യേകം ശ്രദ്ധിക്കുകയും അവരുടെ മൈൻഡ് സെറ്റിലേക്ക് ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് ഞാൻ പറയുന്നത്. 2 തരത്തിലുള്ള ഡിസിഷൻസ് അവർക്ക് എടുക്കാൻ പറ്റും. ഒന്ന് പോസിറ്റീവ് ഡിസിഷൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് ആക്ഷൻസ്, അതല്ലെങ്കിൽ നെഗറ്റീവ് ഡിസിഷൻസ്, നെഗറ്റീവ് ആക്ഷൻസ്. 2 തരത്തിലെടുക്കാൻ പറ്റും. ഈ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക, നമ്മൾ എന്തിനാണ് ഈ പോസ്റ്റിൽ ഈ മാനേജറെ അല്ലെങ്കിൽ സൂപ്പർവൈസറെ അല്ലെങ്കിൽ GMനെ അല്ലെങ്കിൽ ക്ലസ്റ്റർ മാനേജറെ അല്ലെങ്കിൽ സീനിയർ സൂപ്പർവൈസറെ എന്തിനാണ് ഈ പോസ്റ്റിൽ കമ്പനി ഇരുത്തിയിരിക്കുന്നത്? റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമിക ലക്ഷ്യം, അല്ലേ? അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് ഉണ്ടാക്കുക, സെയിൽസ് കൂട്ടുക. അതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പം ഈ സെയിൽസ് കൂട്ടാനും റിസൾട്ട് ഉണ്ടാക്കാനും വേണ്ടി ഈ തരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് പവറുള്ള സ്റ്റാഫ് ഡിസിഷൻസ് എടുക്കുമ്പം പോസിറ്റീവായിട്ടുള്ള ഡിസിഷൻസ് മാത്രം എടുക്കാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും നെഗറ്റീവ് ഡിസിഷൻസ് എടുക്കരുത്. അത് സെയിൽ കുറയുകയും നമ്മുടെ ഗ്രോത്ത് കുറയുകയും ചെയ്യും. ആ ഡിസിഷൻ എടുത്തു കഴിയുമ്പം ആ ഡിസിഷൻ എടുത്തത് ആരുടെ മേലിലാണോ, അല്ലെങ്കിൽ ഏത് സ്റ്റാഫിൻ്റെ മേളിലാണോ, അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിൻ്റെ മേളിലാണോ, അവർക്കത് എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നും കൂടെ ഈ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക. എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും എന്നും കൂടെ ഈ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക. പോസിറ്റീവ് ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും അവിടെ ഗ്രോത്തിനും ചാൻസ് വരും, അവിടെ സെയിലിലും കൂടാൻ ചാൻസ് വരും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഒരു സൂപ്പർവൈസർ ഒരു റാക്കിൽ നിന്ന് ഒരു എക്സ്പയറി പിടിച്ചു. എക്സാമ്പിൾ പറയാം, എക്സ്പയറി കിട്ടി. ഇല്ലെങ്കിൽ വെജിറ്റബിൾ സൂപ്പർവൈസറുടെ ഏരിയ F&B, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ ഏരിയ ഹൈജീൻ അല്ല, എന്നുവെച്ചാൽ വൃത്തിഹീനമായിട്ട് താഴെ വെജിറ്റബിൾ വീണ് ചവിട്ടി, അല്ലെങ്കിൽ ചെളി പൊടിയൊക്കെ ഉണ്ടല്ലോ വെജിറ്റബിൾ, ഇപ്പോൾ ഇഞ്ചിയുടെയൊക്കെ മണ്ണ് വീഴും. വൃത്തിഹീനമായിട്ട് കിടക്കുന്നൊരു സാഹചര്യത്തിൽ അവിടുത്തെ GM വന്നിട്ട് എന്താണോ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്, മോശമല്ലേ താൻ കാണിക്കുന്നത്, തന്നെ ഇതിനാണോ ഞാൻ സാലറിക്ക് വെച്ചിരിക്കുന്നത്, കമ്പനി ഇതാണോ തന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അവിടെ ഇട്ട് ആ സ്റ്റാഫിൻ്റെയും ആ കസ്റ്റമറുടെയും മുന്നിലിട്ട് ഇങ്ങനെയൊന്ന് ചൂടായി കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആവോ നെഗറ്റീവ് ആവോ? ചിന്തിച്ചോളുക. ഒരിക്കലും പോസിറ്റീവ് ആവില്ല. അത് നെഗറ്റീവ് ആക്ഷൻ്റെ കാറ്റഗറിയിലോട്ട് പോകും, പോസിറ്റീവ് ആക്ഷൻ വരികയില്ല. ഇനി ഒരു ക്ലസ്റ്റർ മാനേജറെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഓഫീസർ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യുമ്പം ആ ബ്രാഞ്ചിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ആ ബ്രാഞ്ചിൽ എന്തൊക്കെ ചെയ്താൽ സെയിൽ കൂടും, ഗ്രോത്ത് ഉണ്ടാവും, ഒരു ഫുൾ ഡേ ചെക്കിങ് കഴിയുമ്പം 4 മണിയാകുമ്പം അവിടുത്തെ സൂപ്പർവൈസറെയും അവിടുത്തെ മാനേജറെയും അവിടുത്തെ അക്കൗണ്ടൻറ്റിനെയും അവിടുത്തെ റിസീവിങ് സ്റ്റാഫിനെയും ഒക്കെ വിളിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, നിങ്ങൾ ഈ രീതിയിൽ പ്രവർത്തിക്കണം, എങ്കിലേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, ഇന്ന മിസ്റ്റേക്കുകൾ നിങ്ങൾക്കുണ്ട്, അത് റെക്ടിഫൈ ചെയ്യണം എന്ന് പറഞ്ഞൊരു മീറ്റിംഗ് നടത്തി ഭംഗിയായിട്ട് അവസാനിപ്പിക്കാൻ സാധിച്ചാൽ അതും ഒരു പോസിറ്റീവ് ആക്ഷനായിട്ട് വരും. അതിന് പകരം നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്ന ആക്ഷൻസ് എടുക്കുന്ന സ്റ്റാഫിനെ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ ആർക്കും സാധിക്കുകയില്ല, ഒരിക്കലും സാധിക്കുകയില്ല. ഒരുപക്ഷെ കമ്പനിക്ക് വളരെ പ്രയോജനം ഉണ്ടാവാം അവരെ കൊണ്ട്. കാര്യം അവർ തെറ്റുകൾ കണ്ടുപിടിക്കുന്നു, അവർ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നു, അവർ തെഫ്റ്റ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ മോഷണം നടത്തുന്നവരെ കണ്ടുപിടിക്കുന്നു, അവർ അക്കൗണ്ട്സിൽ നിന്ന് ഏതെങ്കിലും രീതിയിലൊക്കെ ക്യാഷ് മാറിപ്പോകുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നു. കമ്പനിക്ക് പ്രയോജനമുണ്ടാവാം. പക്ഷേ മാനേജ്മെൻറ്റിന് മാത്രം പ്രയോജനമുണ്ടായാൽ ഒരു സ്റ്റാഫ് ആവില്ല.
ആ സ്റ്റാഫ് കമ്പനിയുടെ ഗ്രോത്തിനും കമ്പനിയുടെ പോസിറ്റീവ് ആക്ഷൻസിനും ഉള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കമ്പനി വളരുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ ഫ്ലോറിലെ സെയിൽസിൽ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ തൊട്ടു മേളിൽ മുതൽ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഏതറ്റം വരെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണെങ്കിലും നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ പോസിറ്റീവായിരിക്കണം, ഒരിക്കലും നെഗറ്റീവ് ആവരുത്. ആ പോസിറ്റീവ് ആക്ഷൻസ് നിങ്ങളുടെ ഗ്രോത്ത് കൂട്ടും, നിങ്ങളുടെ സെയില് കൂട്ടും, നിങ്ങൾ വിചാരിക്കാത്ത ഒരു ലെവലിലോട്ട് നിങ്ങളുടെ ഗ്രൂപ്പിനെ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. നേരെ മറിച്ച് നെഗറ്റീവ് ആക്ഷൻസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു പ്രയോജനവും നിങ്ങളുടെ വിസിറ്റ് കൊണ്ടോ നിങ്ങളുടെ വർക്ക് കൊണ്ടോ ഉണ്ടാവില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു അഡ്വൈസ് ആയിട്ട് എടുക്കുക. ഈ രീതിയിൽ സ്റ്റാഫ് വർക്ക് ചെയ്യുക. അത് സൂപ്പർവൈസർ മുതൽ വർക്ക് ചെയ്യണം, അല്ലാതെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സൂപ്പർവൈസർ മുതൽ. ഇപ്പൊ പല സ്ഥലങ്ങളിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ കൺസൾട്ടിങ്ങിന്റെ ഭാഗമായിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പോകുമ്പോഴും ഒക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. ധാരാളം ഈ കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ എപ്പോഴും ഗ്രോത്തും സെയിൽസും കൂട്ടും. പക്ഷേ അത് കമ്പനിക്ക് അനുകൂലമായിരിക്കണം. കമ്പനിയുടെ പരിധി വിട്ടും കമ്പനിയുടെ ലോ ആൻഡ് ഓർഡർ വിട്ടും ഒന്നൊരു പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കമ്പനിക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ, കമ്പനിയുടെ ഗ്രോത്തും കമ്പനിയുടെ സെയിലും കൂട്ടുന്ന രീതിയിൽ പോസിറ്റീവായിട്ട് ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ഗ്രൂപ്പ് വലുതാവും, നിങ്ങളുടെ സെയിൽസ് കൂടും, നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും, എല്ലാ തരത്തിലും മെച്ചപ്പെടും. ചിന്തിക്കുക, ആലോചിക്കുക, ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.